കാന്തപുരം ഭക്തൻ. ഏത് പോസ്റ്റ് ഇട്ടാലും ഒരാൾക്ക് വേണ്ടിയുള്ള സഹായാഭ്യർത്ഥനയാണെങ്കിൽ പോലും അതിൻ്റെ താഴെയും എഴുതും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു കാന്തപുരം ഭക്തനാണ്. അല്ല, ഈ എഴുതുന്ന സഹോദരങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു SYSകാരനാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലേ? നൈരന്തര്യമായി ഞാൻ കാന്തപുരം ഉസ്താദിന്റെ പോസ്റ്റ് ഇടാറുണ്ടല്ലോ. ഉസ്താദിന്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ കുറിക്കാറുണ്ടല്ലോ. പിന്നെന്ത് പറ്റി? ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുള്ളത് കൊണ്ടാണോ? ഉറപ്പിക്കാൻ വേണ്ടിയാണോ? എന്നാ കേട്ടോളൂ, ഞാൻ ഒന്നാം തരം SYSകാരനാണ്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസൽമാനാണ്. സംഘടനാപരമായിട്ട് SYSൽ പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ എല്ലാവരുടെയും വ്യൂ പോയിന്റ് ഒന്നാകണമെന്നില്ല. എനിക്കതാണ് ശരിയെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അത്യാവശ്യം ഓർമ്മ വെച്ച കാലം മുതൽ അതിനോട് താതാമ്യമുള്ള, അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകുന്നു. എത്രയോ SYSകാർ ഇതേ പ്രസ്ഥാനത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ എന്റെ വാക്കും പ്രവൃത്തിയും പല രീതികളും ഇഷ്ടപ്പെടാത്തവരുണ്ട്, തുറന്നു പറയുന്നവരുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ, ഈ വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഈ ആശയത്തെ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ നേതൃത്വത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് ഇരിക്കുന്നുള്ളതാണ്. ഉസ്താദ് എനിക്ക് അങ്ങേയറ്റം വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഉസ്താദ് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഉസ്താദിന്റെ ഒരു ദിനം ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ വാപ്പാടെ വാപ്പ ഏകദേശം ഒരു 60-65 വയസ്സായപ്പോൾ തന്നെ അങ്ങേയറ്റം ക്ഷീണിതനായി മരണപ്പെട്ട ആളാണ്. 80 പിന്നിട്ട ഉസ്താദിന്റെ ഈ കർമ്മോത്സുക കാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കോഴിക്കോട് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അത്രയും ക്ഷീണമായിരിക്കും. ഈ പ്രായത്തിനും എല്ലായിടത്തും സഞ്ചരിക്കുകയും എല്ലാ ആളുകളെ പോയി കാണുകയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ഭക്ഷണവും അവരുടെ താമസത്തിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ചെല്ലാൻ ഉസ്താദ് കാണിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ പലപ്പോഴും നിരീക്ഷിച്ചിട്ടും ഉസ്താദിന്റെ എല്ലാ വിഷയത്തിനുള്ള ആർജവും ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് ഈ താല്പര്യം തോന്നുന്നത്. അത് എൻ്റെ ഒപ്പീനിയൻ അല്ലേ? നിങ്ങൾ എന്തർത്ഥത്തിലാണ് പലപ്പോഴും മടവൂര് ഭക്തൻ എന്നൊക്കെ വിളിക്കുന്നത്? എൻ്റെ റബ്ബിനെ അല്ലാതെ എന്ന് പറഞ്ഞ് ഞാൻ ആരാധിച്ചിട്ടില്ല. ആ റബ്ബിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ ഒരു മടവൂര് ഭക്തനാന്നൊക്കെ വിളിക്കുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെയൊക്കെ വിളിക്കാൻ കൊള്ളാം? സത്യത്തിൽ പലപ്പോഴും തോന്നുന്നുണ്ട്, ഈ നാട്ടിൽ RSSകാരെക്കാൾ അവിവേകികളായ പല മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും RSSനെതിരെ അക്കാദമിക്കലായിട്ട്, നൈതികമായിട്ട് അവരുടെ പുസ്തകങ്ങൾ കൂട്ടി ഇത് സംസാരിച്ചിട്ടുണ്ട്. എന്നെ ആരും RSSകാരൊന്നും വന്ന് പേഴ്സണലി എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു കയ്യിൽ ചരട് കെട്ടിയ ഒരുത്തനെ കാണുമ്പോൾ നെറ്റിച്ചുളിച്ചിരുന്ന പലരും എന്നോട് ഒരവസരത്തിൽ നിസ്സംഗത പാലിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ഞാൻ ഈ 2024 ബോധരഹിതനായി വീണു. ആ ബോധരഹിതനായി കിടക്കുന്ന സമയത്ത് മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വരികയാണ്. എൻ്റെ നെഞ്ചത്തിരിക്കുന്ന കൈ, ആ കയ്യിൽ സാധാരണ RSSകാർ കെട്ടാറുള്ള രക്ഷാബന്ധനുണ്ട്. ഞാനിങ്ങനെ കണ്ണിങ്ങനെ തുറന്നപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൈയാണ്. എൻ്റെ മൂത്ത സഹോദരി അയലത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ നെഞ്ചത്തിങ്ങനെ കൈ 3 വട്ടം പറയട്ടെന്ന് പറഞ്ഞു, ഒന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല, ഉസ്താദ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അയാളോട് സ്നേഹം തോന്നണ്ടേ, ഇഷ്ടം തോന്നണ്ടേ? ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ അദ്ദേഹം പോലും കാണുന്ന ആളാണ്. എന്നിട്ടും നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം എന്തുകൊണ്ടാണ്? നമ്മൾ നീതിയോടുകൂടി സംസാരിക്കുന്നുണ്ടല്ലേ. പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില ആളുകളുടെ വർത്തമാനങ്ങൾ ആ രൂപത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, അവർക്ക് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമാണ്. സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കടിച്ചങ്ങോട്ടിറക്കുക. ഞാൻ ഈ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കഴുത്തിന് തല പോകുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, ഞാൻ, എൻ്റെ ഉമ്മ അടക്കം ഞങ്ങൾ 3 പേരും ജോലി ചെയ്തിട്ടാണ് എൻ്റെ കുടുംബം പോകുന്നത്. ഈ പറയപ്പെട്ട ഒരാളും കൊണ്ട് തന്നിട്ടല്ല. അങ്ങനെ കൊണ്ടു തന്നിട്ടാണെങ്കിൽ നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രയോഗങ്ങളൊന്നും നമ്മളോട് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ അതിന് ഞാൻ മറുപടിയും പറയും. അതുകൊണ്ട് സ്നേഹത്തെ പറയാനുള്ളത്, നമുക്ക് ഒരാളുടെ നിലപാട് ഇഷ്ടമല്ല, അയാളുടെ രീതിശാസ്ത്രങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടി പോണമെന്നേ. നമ്മൾ അപ്പോഴേ അൺഫോളോ ചെയ്ത് പോയേക്കണം. അയാളെ കേൾക്കാൻ പോലും നിൽക്കരുത്. നിങ്ങൾ മുഴുവൻ കേൾക്കുകയും ചില കാര്യങ്ങളോട് യോജിക്കുകയും കാന്തപുരവുമായി ബന്ധപ്പെട്ട എലമെന്റുകളെയൊക്കെ വിമർശിക്കുകയും ചെയ്യുന്ന അതൊരു തരംതാന്ത പണിയാണ്. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഒന്നാമതായതും രണ്ടാമതായതും മൂന്നാമതായും SYSകാരനാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളി. അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിരാശപ്പെട്ട് എൻ്റെ ഈ വർത്തമാനങ്ങൾ കേൾക്കാൻ കണ്ട നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും SYSകാരനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ ഞാൻ മുശിരിക്കാണ്, അള്ളാൻ്റെ ദീൻ്റെ പുറത്തായി. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ? അതനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ പോരെ. ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ഇന്ന് വരെ ഞാൻ ഖാലിക്കായ റബ്ബിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്.
ആ നമ്മളെയൊക്കെ നിങ്ങൾ ഈ തരത്തിൽ കണ്ടാൽ എന്താണ് ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന വെറുപ്പും വിദ്വേഷം എത്രയാണ്. അതുകൊണ്ട് സസ്നേഹം പറയാനുള്ളത്, സ്നേഹത്തോടെ വിയോജിക്കുക. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. സ്നേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലും ദേഷ്യവും അപ്രകാരം അള്ളാഹുവിൻ്റെ മാർഗത്തിലും ആകണം. എൻ്റെ നിലപാടും ആദർശവും നിങ്ങളോട് ഇങ്ങനെ പച്ചയായി തുറന്നു പറയുമ്പം നിങ്ങൾ ഒരു വേള ചിന്തിച്ച് നോക്കുക. ആലപ്പുഴ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ ഞാൻ ഖത്തീബാണ്. ഇവിടെ എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളുമുണ്ട്. എന്നാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന SYSൻ്റെ പ്രവർത്തകർ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനൊന്ന് ഭയക്കണ്ടേ? SYSനോടും കാന്തോൽ ഉസ്താദിനോടൊക്കെ വിരോധമുള്ള ആളുകൾക്ക് നമ്മളോട് ഇങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് വിയോജിപ്പുണ്ടാവില്ലേ? അതിൽ രണ്ട് കാര്യമുണ്ട്. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ തന്നെ നമ്മളത് ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം നിലപാട് എന്നുള്ളത് മറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് വേഷം മാറി നടക്കേണ്ട ഒരു കാര്യമല്ല. ഏതൊരു സ്ഥലത്ത് നമ്മുടെ ജോലിക്ക് പോകുന്നു, നമ്മുടെ ആശയം ഇന്നതാണ് എന്നവർ മനസ്സിലാക്കണം. ബാക്കിയൊക്കെ കാപഢ്യമാണ്. നമുക്ക് തവക്കുലില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഈ വാകേറിയ പടച്ച തമ്പുരാൻ അന്നം തരുമെന്നുള്ള ബോധമുണ്ടല്ലോ, ആ യക്കീന് ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങിയാൽ ഈ ഭൂമി മലയാളത്തിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. ആ ശമ്പളം തരുന്നവനെയും പരിചരിക്കുന്നവനെയും സൃഷ്ടിച്ച കാലിക്കായ റബ്ബ് മുള്ളുണ്ട്. അവനിക്ക് കൊടുക്കുന്നതും എനിക്ക് തരുന്നതും അള്ളയാണ്. അവൻ തരാതിരുന്നാൽ അത് തരാൻ കഴിവുള്ളവൻ അള്ളയാണ്. എനിക്ക് അവൻ തരാൻ അവനെ ഏൽപ്പിച്ചതും അള്ളയാണ്. അപ്പം അതുകൊണ്ട് ആ ഭയമില്ല. രണ്ടാമത്തെ, ഇവിടെയുള്ള മനുഷ്യരാരും വിദ്വേഷികളല്ല എന്നുള്ളതാണ്. അവരൊന്നും അത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ ഖത്തീബ് അവരുടെ ആത്മീയ ഭൗതിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ്. അത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കലാണ്. ഞങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് രസകരമായൊരു തോട്ട്സ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയും, ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഞാൻ അതിലൊന്നും കയറി ഇടപെടത്തില്ല. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ ഒരിക്കൽ പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റ്, ഈ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ നിലപാട് പറയുന്നതുകൊണ്ടും ഒക്കെ കമ്മിറ്റിക്കാർക്കൊന്നും പ്രശ്നമില്ലേ? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, കമ്മിറ്റിക്കാർക്ക് എന്ത് പ്രശ്നം? അല്ല, ഈ ഖത്തീബന്മാർക്കൊരു വാർപ്പ് മാതൃകയുണ്ട്, ഇന്നതൊക്കെ പറ്റൂ, ഇന്നയൊക്കെ ചെയ്യാൻ പറ്റൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഞാൻ ഇത് പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ പ്രസിഡന്റിനോട് പറഞ്ഞാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടന തരുന്നതാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരാൾക്കയുടെ നിലപാട് പറയാം, സഭ്യമാകണമെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ നമ്മുടെ പള്ളിയിലെ ഖത്തീബാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് കോട്ടം സംഭവിക്കുന്ന അസഭ്യമായ കാര്യങ്ങളൊന്നും പറയാതിരുന്നാൽ മതി. നിലപാട് ആർക്കും പറഞ്ഞൂടെ? അതയാളുടെ അവകാശമല്ലേ. നമ്മുടെ പള്ളിയിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എത്രമേൽ ഉത്കൃഷ്ടമായ ഒരു പ്രസ്താവനയാണത്. വേറെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കൂ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, എൻ്റെ നാട്ടിലെ SYSൻ്റെ മറുസംഘടനയായ SKSFൻ്റെ പ്രവർത്തകർ കൂടി യാത്രികരായ ആളുകൾക്ക് നോമ്പ് തുറ സംഘടിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നു, വീഡിയോ എടുത്തു, എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. ഞാനിതൊരു മഹാസംഭവം ഔദാര്യം ചെയ്യുന്നുള്ളതല്ല. ഇങ്ങനെ എല്ലാ സംഘടനകളെയും, സുന്നത്തെ ജമാഅത്തിൻ്റെ എല്ലാ സംഘടനകളെയും സമഭാവനയോടുകൂടി കാണാനുള്ളൊരു മനസ്സ് അത് AP ഉസ്താദിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. അവിടെ ഉള്ളത് നമ്മുടെ ഹൃദയത്തിലും അന്തർലീനമായി കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള കാരണം.